CPM സംഘടനാ രീതി അനുസരിച്ച് തന്നെയാണ് നടപടിയെടുത്തിട്ടുള്ളത്. ഞങ്ങൾ നടപടിയെടുക്കുന്ന പിന്നെ മറ്റേതെങ്കിലും സംഘടന അനുസരിച്ചാണ്. ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ചല്ലേ നടപടിയെടുക്കുക. അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇവിടെ അന്വേഷണം നടന്നു, ഇവർ ചിലർ പ്രതികളായി, പറഞ്ഞ പത്മകുമാറടക്കമുള്ള ആളുകളും ജയിലിലായി. ആ ജയിലിലായ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വരേണ്ടിയിരുന്നു. കുറ്റപത്രം വരട്ടെ എന്ന് ഞങ്ങൾ കാത്തു നിന്നു. പക്ഷേ കുറ്റപത്രം വരാൻ വൈകി. പത്മകുമാറിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയ ഉടനെ ഞങ്ങൾ ചെയ്തത് അദ്ദേഹത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തിക്കൊണ്ടേ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ആ സ്ഥിതിയിലാണ് കിടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ, തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കാൻ UDFും BJPയും ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഏതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് വിഷയമെന്ന് തീരുമാനിക്കാൻ കഴിയും. എന്നാൽ അതിന് മറുപടി പറഞ്ഞു പോകും LDF. എന്താണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നടന്നത് വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി. എടുത്ത നടപടികൾ എല്ലാം വളരെ വിശദമായി തന്നെ അദ്ദേഹം പറയുന്നു. കേൾക്കാം ശബരിമലയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കുന്നത് ശരിയാണ്? അതിപ്പോൾ ഓരോ കൂട്ടർ പ്രചരണം എന്ത് നടത്തണം എന്നുള്ളത് അവരാണല്ലോ തീരുമാനിക്കുക. പക്ഷേ ശബരിമല വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ്, LDF സർക്കാർ കൃത്യതയോടെയാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അതറിയാം. ആ പ്രശ്നം ആദ്യം ഉയർന്നു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു വെളിപ്പെടുത്തലിലൂടെയാണല്ലോ. ആ ശബരിമലയിലുള്ള ഒരു പീഠം കളവ് പോയി എന്തായിരുന്നല്ലോ ആ വെളിപ്പെടുത്തൽ. അപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് പുറപ്പെട്ടു. അന്വേഷണം നടന്നപ്പോൾ കൃത്യമായി അതുള്ള സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കാനായി. പക്ഷേ കണ്ടെടുത്ത സ്ഥലം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീടായിരുന്നു. അവിടെ വെച്ചാണത് കണ്ടെടുത്തത്. അപ്പോൾ എന്തോ ഒരു ദുരുദ്ദേശത്തോടെ നടത്തിയ ഒരു പ്രവർത്തനമാണത് എന്ന് വ്യക്തമായി. അതിലൂടെയാണ് മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അതിൻ്റെ തുടർച്ചയായി കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ ദേവസ്വം ബോർഡായാലും സംസ്ഥാന സർക്കാരായാലും കൃത്യതയോടെയുള്ള ഒരു സമീപനമെടുത്തു. അത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാവട്ടെ. ഹൈക്കോടതി അതേ നിലപാട് സ്വീകരിച്ചു. ഹൈക്കോടതിയുടെ ചുമതലയിൽ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു. സാധാരണ പ്രത്യേക അന്വേഷണ സംഘത്തെ വേണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുക. ഇവിടെ ഹൈക്കോടതി അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്ന നിലയാണുണ്ടായത്. അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് എല്ലാ സഹകരണവും പൂർണ്ണമായി നൽകുന്ന നിലയുണ്ടായി. പിന്നെ അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടേറെ പരാതികൾ വന്നു. ആ പരാതികൾക്കെല്ലാം ഹൈക്കോടതി തന്നെ മറുപടി പറഞ്ഞു, വ്യക്തത വരുത്തി. ഹൈക്കോടതി പറഞ്ഞു, ഞങ്ങളുടെ ചുമതലയാണ് അന്വേഷണം നടക്കുന്നത്. ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലും ഈ അന്വേഷണത്തിനില്ല. ഞങ്ങൾക്കാണ് പൂർണ്ണ ചുമതല. ഈ ഉദ്യോഗസ്ഥരെക്കുറിച്ചും അപ്പോൾ ചില പരാതികൾ വന്നിരുന്നു. ഉദ്യോഗസ്ഥർ നമ്മുടെ രാജ്യത്തെ ഏറ്റവും സത്യസന്ധരായ കഴിവുറ്റ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങളാണ് അവരെ തിരഞ്ഞെടുത്തത്. കഴിവാണ് മാനദണ്ഡം. അതുകൊണ്ട് ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല. എല്ലാറ്റിൻ്റെയും ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്ന തരത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത്. അതോടെ ആ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി. പക്ഷേ നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പും മറ്റും വരുമ്പോൾ എല്ലാ തരത്തിലും ജനങ്ങളെ കഴിയാവുന്നത്ര തെറ്റിദ്ധരിപ്പിക്കാൻ എന്താണ് വഴിയെന്ന് നോക്കുന്നവർക്ക് ഇത് ഒരു പ്രചരണായുധമായിട്ട് ഉപയോഗിച്ചേക്കാമെന്ന് മാത്രം. അത് LDFനെ ബാധിക്കുന്നതല്ല എന്താണ് വസ്തുത. ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ബഹുമാനെതിരെ നടപടി കാര്യത്തിൽ എന്തുകൊണ്ടാണ് CPM സംഘടനാ രീതി അനുസരിച്ചുള്ള ഒരു നടപടി അദ്ദേഹത്തിനെതിരെ എടുക്കാത്തത്? സാധാരണ CPM
സംഘടനാ രീതിയിൽ എടുക്കുന്ന ഒരു നടപടിയല്ലല്ലോ അദ്ദേഹത്തിനെതിരെ എടുക്കുന്നത്. CPM സംഘടനാ രീതി അനുസരിച്ച് തന്നെയാണ് നടപടി എടുത്തിട്ടുള്ളത്. ഞങ്ങൾ നടപടി എടുക്കുന്ന പിന്നെ മറ്റേതെങ്കിലും സംഘടന അനുസരിച്ചാണ്. ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ചല്ലേ നടപടി എടുക്കുക. അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇവിടെ അന്വേഷണം നടന്നു. ഇവർ ചിലർ പ്രതികളായി, പറഞ്ഞ പത്മകുമാറടക്കമുള്ള ആളുകളും ജയിലിലായി. ആ ജയിലിലായ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വരേണ്ടിയിരുന്നു. കുറ്റപത്രം വരട്ടെ എന്ന് ഞങ്ങൾ കാത്തു നിന്നു. പക്ഷേ കുറ്റപത്രം വരാൻ വൈകി. പത്മകുമാറിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയ ഉടനെ ഞങ്ങൾ ചെയ്തത് അദ്ദേഹത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ആ സ്ഥിതിയിലാണ് കിടക്കുന്നത്.